ഹേയോ, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ഹമ്മർന്ന് പോയിരുന്നു. അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം അയ്യോ ലെസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു. വാടാ മെഷീൻസ് തരാം, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ നമുക്ക് അവനെ വിളിക്കാം. ഓപ്പൺ സെക്ഷനാണ്, മാറ്റണം. അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് നമുക്ക് മെഷീൻസിലേക്ക് പോവാം. ആ ഒരു വണ്ടി എടുക്കണണ്ട. ഇതന്നെ എൻ്റെ ഫസ്റ്റ് വണ്ടിയാ. ഞാൻ GTA 6 കയറി പിന്നെ ആദ്യമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച വണ്ടി. എനിക്ക് അത് ഓടിക്കാൻ തോന്നുന്നു. നമുക്ക് കുറച്ചാളും അത് ഓടിച്ചാലോ. വണ്ടി തിരിച്ചു വീട്ടിക്കൂടാം. മച്ചാനോട് കിട്ടട്ടാ. ഓപ്പൺ സെക്ഷൻ മെക്കാനിക്. ഞാനിപ്പോ അടുത്താ നമ്മൾ ലാസ്റ്റ് മേടിച്ച അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അടാ എനിക്ക് മറ്റേ റേഞ്ചർ എക്സൽ അല്ലേ, റേഞ്ചർ എക്സൽ അല്ലല്ലോ, സാൻഡ് കിങ് എക്സലേസ്. എനിക്ക് ഈ വണ്ടി കൊടുത്തു വിടുക. അപ്പോൾ ആ വണ്ടി ഇപ്പൊ എൻ്റെ ഉള്ള വണ്ടി മുഴുവൻ ഞാനൊക്കെ ഇവിടെ കൊണ്ട് കയറ്റി വെച്ചേക്കാം. യെസ്, ആ സെയിം കളർ തന്നെ ഉണ്ട് ഈ വണ്ടിക്കും. അയ്യോ, മാറ്റ് ഗ്രീൻ. ഇതത്തെ ഏരിയാണ്. ഓഫ്ലൈൻ കളിക്കുമ്പോൾ ഫുള്ളായില്ല കളിക്കാറ്. ഇതാകുമ്പോ എവിടൊക്കെ കൊണ്ട് പോവാം. നമുക്കപ്പോ ലെസ്റ്റർ ആദ്യം സെക്ഷൻ മാറ്റിയിട്ട് ലെസ്റ്ററിന്റെ അടുത്തേക്ക് പോവാം. ഞാൻ ആക്ച്വലി ഈ ഗെയിമിലേക്ക് വരാൻ ഒരുപാട് വൈകി. ആ കസിന്റെ കൂടെ കുറെ കളിക്കാനുള്ള ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് ഒരുപാട് കളഞ്ഞു. ഒറ്റയ്ക്ക് കളിച്ച് ഭയങ്കര മിസ്സിങ് വരും. കുറച്ച് കളിച്ചിട്ടുള്ളൂ. അതായത് ഈ ഗെയിമിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്ന ഒരു മൂഡുണ്ടല്ലോ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചാളെ കളിക്കാൻ പറ്റുള്ളൂ. സെറ്റ് ആക്കണത്. നമുക്കപ്പോ ലെസ്റ്റർ വിളിച്ചാ വരുമോ നോക്കട്ടോ. ലെസ്റ്റർ വിളിച്ചാണ് ആദ്യം മറ്റേ മെഷീൻ ഇതൊക്കെയാ പറയണ. അവൻ പോണ്ടി വരും തോന്നുന്നുണ്ട്. സെറ്റ് പോണ്ടി ക്യാൻസൽ ഹിസ്റ്റല്ല ബക്കറ്റ് ബോട്ട്. ഇടിച്ചിട്ട് പോരട്ടോ, ഒതുക്കിട്ട് തരാം. ഈസ്റ്റില് കയറണ്ട. നമ്മൾ ലോക്കായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേവിസിന്റെ അടുത്ത് കല്ലല്ലോ പോള്. ഡേവിസ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ ലെമറിനൊന്ന് വിളിച്ചു നോക്കാം. സോറി, അത് ലോക്ക് ഊക്കാണ് സഹിക്കാൻ വയ്യാത്തത്. വെച്ചടിച്ചു നോക്കാം. മെയിൻ എവിടെ വരണേ? നമ്മുടെ വീട്. ഈ സാധനം പർച്ചേസ് ചെയ്യണം. ഈ പർച്ചേസ് ചെയ്യാൻ കുറച്ച് പൈസ ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ എവിടെ ഒരു എച്ച് ഉണ്ടല്ലോ. ഈ എച്ചില് പോവാം നമുക്ക്. 3 മൈലാ പടച്ചോനെ. ഇടിക്കരുത്. ഏത് ചില്ലുകൂട്ടി മനസ്സിലാട്ടാ. ഈ വണ്ടിക്ക് ഇതൊന്നും വിഷയമില്ല. ഇതുകൊണ്ടാണ് എനിക്ക് ഈ വണ്ടി ഇഷ്ടം. ബാക്കിയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഇടിച്ചിരുന്ന് നോക്കും. അയ്യോ, അത്രയും കരിപ്പുള്ള പരിപാടി അറിയില്ല. കുഴി കുഴി കുഴി. ഇയറാ ഇപ്പൊ ഇരുത്തില്ല. അതാണ് ഇടിക്കുന്ന. നമുക്ക് ആ മല കയറി പോവാട്ടാ. ഈ വണ്ടിയുള്ളപ്പോ റോഡ് മാർഗം സഞ്ചരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാ. ഇത്രയും നല്ല റോഡും മലയുള്ളപ്പോ സ്ലോ ആയല്ലോ വണ്ടി.
പതുക്കെ 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 പയ്യനെ പയ്യനെ ഒരു വഴി കാണിക്കണ്ടല്ലോ. നമുക്ക് നേരൊക്കെയാണ് പോകാറുള്ള സീന്. അയ്യോ സിനിമാറ്റിക് വ്യൂലോട്ടതാ, സിനിമാറ്റിക് വ്യൂലോട്ടതേ. പക്ഷെ മരങ്ങൾ കാണില്ല. ആ ലോങ്സ് അതെ അടുത്തേട്ടാ പഴം വണ്ടി. ആ ഈ വണ്ടി ഞാൻ മേടിച്ചേ പിന്നെ മോഡിഫൈ ചെയ്തിട്ടില്ല. കുറച്ച് പണി കയറ്റി വെച്ചിട്ടുള്ളോ. ആർമർ കൂട്ടാനുണ്ട്. ട്രക്കിങ് പോണൊക്കെ മച്ചന്മാര്. പാളി പാളി പാളി. ഇനിയും മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. ആദ്യം മറയാട്ടെ. ഏതൊരു മെഷീനിൽ കയറി എൻ്റെ ആർമറൊന്ന് കൂട്ടണം. ഇടിക്കുമ്പോഴേക്കും പപ്പടാവുക. സ്മൂത്ത് ലാൻഡിങ് എനിക്കിഷ്ടമായി, പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായില്ല. ആ ചത്തു ഭാഗ്യം. എൻ്റെ കരുണയാടാ നിന്റെ ജീവൻ. ഇതിടിച്ചവിടെ പ്രതീക്ഷിച്ചു. ഓക്കെ വണ്ടി പപ്പടാവണ്. ആർമർ കയറ്റാണ്ട് സംഭവം റോഡിൽ കൂടെ പോകുമ്പോ ഇപ്പൊ എത്തേണ്ട സമയം കഴിഞ്ഞു. ഓ മറന്നില്ല, ഭാഗ്യം. എന്തൊട്ട് തേങ്ങയായാലും വണ്ടി കേറി പോയിക്കോളും. പിന്നെ വീടുകളാ, അതിൻ്റെ ഉള്ളിൽ ഇടിച്ച് കയറിയ വിവരം അറിയും. എന്നിട്ടോട് കുഴി. What was that? എന്തൊരു സംഭവം. തോന്നി കൂടെ തന്നിറങ്ങി സ്ഥലമല്ലോ. പോവാം. അയ്യറാ വല്ലോ മണ്ണോ കുഴിയോ പാറയോ വിഷയമല്ല. വെള്ളം പ്രശ്നമാണ്. മുമ്പുള്ള പോയി ചാടിയാ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വീടിൻ്റെ ടെറസിൽ കിട്ടാ കൊച്ചു പേടിച്ചു വരവേണ്ടിട്ട് ആകാശത്തെ കൂടെയൊക്കെയാണെ പറന്നിറങ്ങണം. ഇമാതിരി വണ്ടി അടിച്ച് ഇടിച്ച് ഇടിച്ച് ഇടിച്ച്. ഇതല്ല മറ്റേ മച്ചാൻ മേടിച്ച വീട്. മൂപ്പരുടെ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടാ. മച്ചാൻ ഈ വീട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ ഒരു എപ്പിസോഡിൽ ഈ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വരുന്നൊരു വീഡിയോ ഉണ്ട്. ഇതുപോലെ പറന്നു വന്നിട്ടേ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വന്നേ. ഈ വഴി ഇറങ്ങി വന്നിട്ട് ഞാൻ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ലോക്കാവുന്നു. പക്ഷെ ഗേറ്റ് തുറക്കണാരും പുറത്തിറങ്ങാൻ പറ്റി. നീ എന്തിപ്പോ ഇല്ലാത്ത കുഴിയിൽ ചാടി മോനെ. വളവില് നമ്മള് ഹോൺ അടിച്ച് പോണെന്ന് പറയാ. ആദ്യം പറഞ്ഞത് ഞാൻ കൊണക്കാൻ നിക്കണ. ഓ എന്തോന്നടേ ഇത്. മ്യൂസിക് ക്ലോക്കറിന്റെ തേങ്ങ. ഓക്കെ ബൈ, ഞാൻ പോട്ടെ. കേറുന്നില്ല എന്നാ വായ്. അങ്ങനെ കേറില്ല ഒന്നും പറയല്ലേ. അപ്പൊ ഇവിടുന്ന് നമ്മ മൂഞ്ചി. പോണ് കൊടുക്കാണ്. ലെസ്റ്റർ വിളിച്ചോണ്ടിരിക്കണ്ടേ. നമ്മളപ്പോ ഇവിടെ പാടി. ഓയ്യോ
നമുക്ക് നെക്സ്റ്റ് മെഷീൻ നോക്കണം. അറിയാണ്ടല്ല അറിഞ്ഞോണ്ട നീ ചത്തില്ലേ എന്നിട്ട് കാണിച്ചവൻ. നമ്മളപ്പോ വെറുതെ ഡിലേ ലാഗ് വന്നു. ലാഗ് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, ഈ സാധനം പോയി പർച്ചേസ് ചെയ്യാം. എവിടെ എവിടെ എന്നിട്ട് ഡൗൺ ടൗൺ ക്യാബ് ടാക്സി സ്റ്റാൻഡൊക്കെ ഉണ്ടാ. ഓണ്ട് ഗ്യാരേജ് ഇവിടെ ഗ്യാരേജ് മേടിച്ചിട്ടുണ്ടോ? എന്താണത് കുട്ടിയൊക്കെ ഇരിക്കണ? എവിടെ പോയിട്ട് വരാം. അവിടെ നമുക്ക് സംതിങ് എന്തോ ഉണ്ട്. ഈ വണ്ടി വെച്ച് അവിടെ എത്തണേണ്ടല്ലോ. വണ്ടിയുടെ ആകൃതിക്ക് അയ്യോ ഈ വണ്ടിയുടെ ആകെപ്പാടുള്ള പ്രശ്നം എന്താ? റോട്ടികൾ ഓടിക്കാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല കേട്ടാ. ഉയ്യോ തിരിച്ചാ ചത്തു. ഇല്ല തിരിച്ചില്ല. റോട്ടികൾ ഓടിക്കില്ല ഞാൻ ഈ വണ്ടി. അതിന് വേണ്ടിട്ടാ ഞാൻ അവിടെ എന്തൊക്കെയാ അങ്ങനത്തെ പിന്നെ ചെയ്യാം. അതിന് വണ്ടി തിരിഞ്ഞ സ്ഥിതിക്ക് എന്താന്ന് പോയി നോക്കി വെച്ചാൽ വരാം. ഇവിടെ പോയി കൊണ്ടുസായി കാണിച്ചാൽ മതി. പോലീസാവുന്നത് പണ്ടേരം. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. ലാഗടിക്ക് നോക്കിയേ. ലെസ്റ്റർ ഐ നീഡ് യു ഹെൽപ്പ്. എനിക്ക് ഇഷ്ടമല്ല വരെ. What service are you looking for? Okay, my friend. I'll take care of the LSPD. Leave it to me. Red signal, okay. Oh, slow ആവണ്. എന്റെ മോനെ എന്താ ഇത്? What the hell was that? ഓടിക്കാൻ പറ്റുമോ? ഈ സാധനമാണ് മറ്റേ GTA ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്തെടുത്തിരുന്നത്. ഓ ഓപ്പണായി മോനെ. എന്നൊരു കളി കളിക്കതുമ്മ. നോ അങ്ങനല്ല. പൊളി. എവിടെ മോനെ ഇത്? നമുക്ക് ഇതെന്താ കഥ മനസ്സിലാവുന്നല്ലോ. ലോയർ പ്രസാദ് നമുക്ക് വിഷ്വലൈസല്ലേ. പൊന്ത് എന്റെ മോനെ. ഇതിപ്പോ എവിടുന്ന വന്ന സംഭവം? ഹൈവേ പിടിച്ചാൽ നൈസ്.
എന്തൊക്കെ അതാ വീണ്ടും വന്നല്ലോ അവിടെ. ഹൗസ് എങ്ങനുണ്ട്? എന്റെ മോനെ സെറ്റ്. പക്ഷെ അടുപ്പിച്ച് ഓടിക്കാൻ പറ്റില്ല, വെപ്രാള വന്നപ്പോ താഴെ എവിടെയും തട്ടും. കൊള്ളാട്ട്. നമുക്കിത് എത്ര സ്ഥലത്തി നമുക്ക് പോവാം. കളിക്കല്ലേ, അവനങ്ങോട്ട് പോയേ. ഉഷു ഉഷു. നമുക്കിത് ഈ ബിൽഡിങ്ങിലാണ്. എന്തിനാ എന്നെ പിടിക്കാൻ പറഞ്ഞ? എന്ത് ചെയ്തു സാറിന്? ആ ഇടിച്ച്. അയ്യന്റെ മോനെ, പ്രതീക്ഷിച്ച്, ഞാനത് പ്രതീക്ഷിച്ച്. ഇപ്പൊ കോപ്സ് പോയിണ്ടാവും ലെസ്റ്റർ കളിക്കാൻ തന്നെ. ആരത്? അപ്പൊ ഒരു പ്രതി. പോയി അവിടുന്ന്. ചിലപ്പോ വരാം. വേറെ കുറച്ച് പരിപാടികളുണ്ട്. ലെസ്റ്ററിനെ വിളിക്കേണ്ടി വീണ്ടും വന്നു. ലെസ്റ്റർ ബ്രോ, ഈ സാധനം വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടാവോ? കള. Okay, so you're in serious trouble and you need my help. മതി നിന്റെ കോണ. Okay. ചില നേരത്തെ കോണ കേട്ടാണല്ലോ പ്രാന്ത് വരും. 2:35 പർച്ചേസ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവില്ല എൻ്റെ കയ്യില്. 2:35. Cash in your bank account, complete the transaction. Are you crazy? 2:26. ഒരു 10 രൂപയുടെ ആവശ്യമുണ്ടല്ലോ. എങ്ങനെ ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടാക്കുക? പാടി പൈസക്ക് അത്യാവശ്യം കൊണ്ടോടാ. സുൽത്താനല്ലത്. നൈസ് വണ്ടി കേട്ടത്. സുൽത്താൻ. സുൽത്താൻ തന്നെ. നൈസ് വണ്ടിയാ. അടിച്ച് പൊളിച്ചു കൊണ്ട് പോവാം. ഇത് ബെന്നിയുടെ അവിടെ മോഡിഫൈ ചെയ്യാൻ. ഇവിടത്തെ മോഡിഫൈ തന്നെ അവിടെ ഉള്ളോ? സെൽ ചെയ്യാനാണ്. എനിക്ക് എത്ര രൂപ തരും? 1000 രൂപ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വിൽക്കട ടാക്സിന്റെ ഒരു മെഷീനിലേക്ക് പോവാം. ആ ഒരു മെഷീൻ കളിക്കുന്നു, സ്ഥലം വന്ന് വാങ്ങുന്നു, മെഷീൻ തുടങ്ങുന്നു. ഓ ഷിറ്റ്, ടാക്സ് ബിസി മൂഞ്ചി. കാർ വേണം. കഞ്ചാവ് മെഷീനാണ് പ്രാന്ത് വരെ. ടാക്സി വിളിക്കാം. വിളിക്കണ്ട്. Can help with, because you know I'm kind of new in town and the whole gang system you guys got down here is kind of confusing. You do a deal here, you kill some guys there, you make a low budget porno with this guy's sister, and suddenly you're public enemy #1. So listen, the only way I can see out of this is to hijack a gold postal van that's making a delivery to their place. Let's call that step 1, okay? Delivery. എന്റെ മെഷീൻ കളിച്ച് വണ്ടി ഓടിച്ചാലും അവൻ ഓപ്പോസിറ്റ് പോകാൻ പറയാം. 3 മൈലാ ടാസ്ക് ആയല്ലോ. ചോപ്പർ വിളിച്ചിട്ട് മെഷീൻ വിളിച്ചാൽ മതിയായിരുന്നു. അവിടം വരെ വണ്ടി ഓടിച്ച് 3 മൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ
ജമ്പ് ഫ്ലൈറ്റ് പേരെനിക്കറിയില്ല. സാനാഡ്രസ്സിൽ ജമ്പ് ജെറ്റ് അടിച്ചിട്ടാ വന്നിരുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് ഓ ചത്ത് ഇല്ല, അത് വെച്ച് പോയിരുന്നെങ്കിൽ സെക്കൻഡ് വെച്ച് എത്തായിരുന്നു. സുൽത്താനുള്ളത് ഈ വണ്ടി തരൂടാ, അടിപൊളി വണ്ടി. അതല്ല കാറിൻ സുൽത്താൻ. സ്പോയിലറൊക്കെ വെച്ച് അടിപൊളിയാക്കാൻ പറ്റും. സൗണ്ട് മാറി, ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്ന സൗണ്ട്. എൻ്റെ മോൺസ്റ്ററൊക്കെ എടുത്താൽ മതിയായിരുന്നു, മല കയറി പോകാറുന്നു. 2 മൈൽ എത്ര പെട്ടെന്നാ. ഓ ഇടിച്ചിടിച്ചിടിച്ച് ഇവിടെ രക്ഷിക്കാണ്ടില്ല, ഇടിച്ചില്ല. ഇതിത്തെ ജാതി വ്യൂ ആണല്ലോ. ലൈറ്റ് ഇപ്പം ആവശ്യമില്ലല്ലേ. ഉയ്യോ ഉയ്യോ, ഇങ്ങനെ കാണുകയാണെങ്കിൽ ഓക്കെ. കണ്ട ഇടയിൽ കൂടെ ഒരു സീൻ മാറ്റും, അപ്പോഴാണ് പാളുക. ഈ വണ്ടി ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വയ്ക്കണം. ഹൈവേ ക്രൂസിന് മുന്നേ അടിപൊളിയാ. അയ്യറാ, ഞാൻ പ്രതീക്ഷിച്ചത് അതിന്. അയ്യോ, ചാവാനേരത്തെ കാണിക്കാൻ നിൽക്കുക. ഉയ്യോ ഉയ്യോ, അത് കളിച്ചിട്ട് വേണം നമുക്ക് അവിടെ പോവാൻ. ഇത് നമ്മുടെ വീടാലോ. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ മോഷ്ടിക്കണം നായേ. ഇതല്ലടാ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. Let me get the fuck out of here! What's my name, bitch? Oh my god! For real? Someone's been hit! Goddamn, man! What's your problem? You fucking penis! You aren't supposed to be down here? The hell do you want? No! To learn. You fucking loser! What the fuck is it with you? Dude, what the hell are you doing? ഈ വയറക്കടാ, ഈ വണ്ടി ആവശ്യമുണ്ട്. ദാറ്റ്സ് വൈ ഇതിന് പോയി മോഡിഫൈ ചെയ്യണം, അതല്ല പറയണം. ഓ ഇത് മറ്റേ പിന്നാലെ വരുന്നടാക്കാൻ തോന്നുന്നുണ്ട്. Hey, you in the van? Okay, step 2. Set it up with a little bomb treatment from LS Customs. Step 3, see if there's any uniforms in the back. Watch out! Get your shit together! ഒടിഞ്ഞു വാ. വേറെയാണല്ലോ കാര്യം ഓടണേ. എവിടെക്കടാ ഓടാ. ബോംബ് വെക്കണം. ഇത് മറ്റോന്മാരുടെ ഉള്ളിൽ കൊണ്ടുവയ്ക്കണ സീൻ. അത് നമ്മൾ എന്നിട്ട് അവരുടെ കണ്ണിൽ വിടാണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സീൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെടിയുള്ളാണ്ട് വീട്ടിൽ പോവാം. അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പ വെടി കൊള്ളിക്കാൻ. ടെക്നീഷ്യൻ ബോംബ് ഉള്ളത് വെക്കി. 350 മൈൽ
പൊട്ടു. Take the van out the loss. വഴി കുറേ ഉണ്ട്, റൈറ്റ് ഇട്ട് പോയേക്കാം. ഓരോരുത്തന്മാർ കാണിക്കണം നോക്ക്. എൺപത് തൊട്ട് കയറല വണ്ടി. ഷിഫ്റ്റ് ചെയ്യാനൊന്നും ഇല്ലടേ ഇനി. ഷിഫ്റ്റ് ചെയ്തല്ലോ മച്ചാൻ. 80ന്റെ മുകളിൽ 80ന്റെ മുകളിലേക്കൊക്കെ പോകണ്ട് കേട്ടോ. അടുത്ത് ഷിഫ്റ്റ് ചെയ്തു. ഇൻഡിക്കേറ്ററൊക്കെ എങ്ങനെയാണ് അവിടെ? അടുത്ത് ഷിഫ്റ്റ് ചെയ്തു. വണ്ടി 100 കയറിയല്ലോ. ഷിഫ്റ്റ് അവിടെ എത്തുമ്പോൾ ഷിഫ്റ്റ്. ഷിഫ്റ്റ് ചെയ്താ 100ന് മുകളിൽ കടന്നു. ഷിഫ്റ്റ് ചെയ്യാൻ ഗിയർ ഉണ്ടാവില്ല. 1 മൈൽ കൂടെ. എന്നാലും ആ ഫ്ലൈറ്റ് എങ്ങനെയാണ് അവിടെ വന്ന് ഇടുന്നത്? ഷിഫ്റ്റ് ചെയ്താ ഇത്ര നേരം ഇടിക്കാണ്ട് വണ്ടി ഓടിക്കുക. പോസിബിൾ? അതും ഞാൻ ഡൗൺ ചെയ്തിട്ട് പോട്ടെ. 1/2 മൈലൂടെ നമ്മുടെ ഡ്രസ് മാറിണ്ടാവും ശരിക്കും. അയ്യോ അറിയാം. Alrighty then. Step 4. Go play delivery boy and park this jack in the box in a spot where it'll do as much damage as possible. Just don't let them get a close look at you once you're inside. ഫോൺ വിളിക്കുമ്പോ ഹാൻഡ് ബ്രേക്ക് ചെയ്യില്ല. അതാണ് നേരത്തെ അവിടെ സംഭവിച്ചത്. ഫസ്റ്റ് ടൈം ഞാൻ നേരെ അവന്മാരുടെ മുമ്പിൽ പോയി പെടുക ചെയ്യാറ് സാധാരണ. ഞാൻ അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവനത് പൊട്ടിക്കുന്ന പറയണേ. ഇതല്ല എന്റെ മോനെ അവരൊക്കെ വെടി വെച്ചത് തീർക്കറിയാം സാധാരണ. ലൂസ് ദ കോപ്സ്. സാധാരണ ഒരു വണ്ടി എടുക്കാറുണ്ട്. കിട്ടുമോ? ഒരു വണ്ടിയും ഇല്ല. സുൽത്താനെ കിട്ടിയ പൊളിക്കായിരുന്നു. വിടറ. ഉയ്യോ തീർന്നു മോനെ. തീർന്നു. ചത്ത്. കോപ്സ് ഞാൻ ഗണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യുദ്ധം നടക്കും. അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കാതെ തന്നെ കൊണ്ട്. ഇവിടെ ഒന്നും ഒറ്റ വണ്ടിയില്ലടേ. സമാധാനപരമായി കളിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ വൈൽഡാക്കരുത്. ആരോ അപ്പനെ വിളിക്കും. ഓട്ടം തന്നെ ഓട്ടം. പെട്ടെന്ന് തീർക്കാന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ അവന്മാര് സമ്മതിക്കല.
ആ കിട്ടി, അവിടെ വണ്ടി ഉണ്ട്. ഏതെടുക്കുക? ഇവിടുന്ന് എടുത്ത് പോകുമ്പോഴേക്കും അവന്മാര് വരും. ദേ വരണ നായിനാ മക്കള്. ഉയ്യോ ഇപ്പൊ തീരും. എടാ എക്സ് അടിച്ചിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾക്ക് വെടി വയ്ക്കാനുള്ള ഇത് കുറയും. കിട്ടിയ നല്ല വണ്ടി അതും, അത് കാരണം കുഴപ്പമില്ല. ഇതിപ്പോ ഇടാ വണ്ടിയാട്ടാ, എനിക്ക് നല്ല ഇഷ്ടമാണ്. നൈസിന് 100 മുകളിലൊക്കെ കയറും. ഒയ്യോ വേണ്ട വേണ്ട. സ്പോട്ട് ചെയ്തു. സാറല്ല, നമുക്ക് നേരെ വല്ല ഗുഹയുള്ളിൽ കയറാം. വരുമ്പോ ട്രെയിൻ വരാണ്ടിരുന്നാ മതി. ഇങ്ങനെ നോക്കുമ്പോ ട്രെയിൻ വരണം. മിഷൻ പോസ്റ്റ്. സാറില്ല, വണ്ടി നമുക്ക് ആവശ്യമില്ല. ഓ ഇഷ്യൂ. ഫണ്ട് 2,70,76,000. നമുക്ക് മേരി വീണു പോണേ ഭാഗ്യം. മേരി വെതറിനെ വിളിക്കാം. മേരി വെതർ. ഓ കൊള്ളാലോ, എന്നിട്ട് സൗണ്ട് അല്ലേ? Hello, you're through to Merryweather Security Consulting. What can I do for you? Thank you. A helicopter is on its way. അവിടെ പോയി പർച്ചേസ് ചെയ്യാം. വഴി കുറച്ചുണ്ട്. അതെവിടെയായിരുന്നു? ഡാക്സ്. അതല്ലല്ലോ ഡാക്സ്. അവിടെ മെഷീൻസ് ഉണ്ട്. Step 6. Give yourself a pat on the ass. That was beautiful. There's no way this can come back to me at all. അപ്പം എന്തായാലും നമുക്ക് ഹെലികോപ്റ്റർ വരുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒന്ന് ലാൻഡ് ചെയ്യട്ടെ എന്തായാലും. അപ്പോൾ നമ്മളിനി നേരെ പോയി ആ സ്ഥലം പർച്ചേസ് ചെയ്യുന്നു. നെക്സ്റ്റ് മിഷൻസ് തുടങ്ങുന്നു. അതുവരയ്ക്കും ബൈ.